ഇസ്രായേൽ എംബസിയിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച എസ്എഫ്ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എസ്എഫ്ഐ ഡൽഹി സംസ്ഥാന പ്രസിഡന്റ് സൂരജ് ഉൾപ്പെടെയുള്ളവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. മാർച്ചിന് പോകുന്ന വഴി ഓട്ടോറിക്ഷ തടഞ്ഞാണ് ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഞാൻ എസ്എഫ്ഐ ഡൽഹി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. നമ്മൾ ഇവിടെ നിന്ന് പലസ്തീൻ ഐക്യദാർഢ്യത്തിനായിട്ട് മാർച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ വഴിയിൽ വെച്ച് തന്നെ എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റായിട്ട് സൂരജ് അളമോനും എസ്എഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള മീന ഫാത്തിമനെയും പോലീസ് ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്യുകയും ഡിറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായി. നമ്മളിപ്പോൾ ഗ്യാദർ ചെയ്തിട്ട് വീണ്ടും മാർച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. ധനസുമോദ്, എത്ര പ്രവർത്തകരെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത്? ഇവർ എവിടെയാണുള്ളത്? പോലീസിന്റെ നീക്കം എങ്ങനെയായിരുന്നു? സൈഫുദ്ദീൻ, 100ഓളം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർ 2 ഘട്ടമായിട്ടായിരുന്നു സമരം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ആദ്യം വന്ന ഒരു 10ഓളം വിദ്യാർത്ഥികളെ റെയിൽവേ മെട്രോ സ്റ്റേഷന്റെ 2 സ്റ്റേഷനുകളുടെ ഫ്രണ്ടിലായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഇതോടെ പ്രതിഷേധം അവസാനിച്ചു എന്നായിരുന്നു പോലീസിന്റെ കണക്കൂട്ടൽ. പക്ഷേ പോലീസിന്റെ എല്ലാ തരത്തിലുള്ള കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് മെട്രോ സ്റ്റേഷന്റെ മറ്റൊരു ഗേറ്റിലൂടെ വിദ്യാർത്ഥികൾ 100ഓളം വിദ്യാർത്ഥികളായിരുന്നു കടന്നു വന്നത്. എസ്എഫ്ഐ, തുടങ്ങിയ വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിരുന്നു, പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. JNU, TU അടക്കമുള്ള വിവിധ ക്യാമ്പസുകളിലെ പ്രവർത്തകരായിരുന്നു എംബസിയിലേക്ക് മാർച്ച് നടത്താൻ ആരംഭിച്ചത്. പക്ഷേ ആ തുടക്ക സമയത്ത് കേവലം ഒരു 5-6 പോലീസുകാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇവർ വയർലെസ് സെറ്റിലൂടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും സന്ദേശത്തെ കൈമാറുകയും ചെയ്തതിനു ശേഷമാണ്. പക്ഷേ എങ്കിൽ പോലും ഇസ്രായേൽ എംബസിയുടെ അടുത്തേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയൊരു വീഴ്ചയായിട്ട് തന്നെ പോലീസ് കാണുന്നത്. അവർ മാർച്ച് വിദ്യാർത്ഥികൾക്ക് പോലും കേവലം ഒരു 100 മീറ്ററിനപ്പുറം മാർച്ച് നടത്താൻ പറ്റുമെന്ന് അവർ കരുതിയിരുന്നില്ല. പക്ഷേ ഒരു 500 മീറ്ററോളം തന്നെ ഇവർ മാർച്ച് നടത്തി ഇസ്രായേൽ എംബസിയിലേക്ക് തന്നെ വരികയായിരുന്നു. ഫ്രീ പാലസ്തീൻ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും ഗസയിൽ കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ഇവർ വന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ഇപ്പോൾ പോലീസ് 4 ബസ്സുകളിലായിട്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്തിരിക്കുന്നത്. ശരി ധനസുമോദ്.